Hi friends, welcome to MTM Political Talk. സ്വർണത്തിന്റെ വില വർധനവിന്റെ കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഈ വീഡിയോ റെക്കോർഡിംഗ് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത് വീണ്ടും ന്യൂസ് നോക്കുമ്പോൾ വീണ്ടും വില വർദ്ധിച്ചു എന്ന കണക്കിനാണ് സ്വർണത്തിന്റെ വിലയുടെ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത്രയും നിമിഷങ്ങൾക്കുള്ളിൽ വില കൂടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ മഞ്ഞലോഹത്തിന്. എവിടെ ചെന്ന് അവസാനിക്കും എന്ന ചോദ്യത്തിന് പറയത്തക്ക ഉത്തരം നൽകാൻ ഈ മേഖലയിലെ വിദഗ്ധർക്കും സാധ്യമാകാത്ത സാഹചര്യമാണ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴത്തെ വില ഒരു പവൻ സ്വർണത്തിന് 560 രൂപ വർദ്ധിച്ച് 81,600 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് എത്ര റെക്കോർഡിംഗ് കഴിയുമ്പോഴേക്കും വീണ്ടും വില വർദ്ധിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നത്. GST-യും പണിക്കൂലിയും മറ്റു അനുബന്ധ ചാർജുകളും ഒക്കെ ചേരുമ്പോൾ ഓർണമെന്റ്സ് എടുക്കുമ്പോൾ ഏകദേശം ഒരു പവൻ സ്വർണത്തിന് 90,000 രൂപയുടെ അടുത്തൊക്കെ എത്തുകയാണ്. ഈ മാസം മാത്രം 22 കാരറ്റ് ഒരു പവൻ സ്വർണത്തിന് 3,960 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു വൻ വർധനവ് എന്ന് തന്നെ ഇതിന് പറയാം. കാരണം മാസം എന്ന് പറയുമ്പോൾ ഇന്ന് 12-13 ദിവസമേ ആയിട്ടുള്ളൂ. ഇനിയും മാസത്തിൽ ഒരുപാട് ദിവസങ്ങൾക്ക് എടുക്കുകയാണ്. അപ്പോഴേക്കാണ് ഇത്രയും വില ഈ വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഈ സ്വർണ്ണ വില വർധനവിന്റെ നേട്ടം ആർക്ക് ആണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേട്ടം പറയത്തക്ക ആർക്കും ലഭിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. റീറ്റെയിൽ മാർക്കറ്റിൽ കച്ചവടം കുറയും. അത് അവർക്കും നഷ്ടങ്ങൾ തന്നെയാണ് സംഭവിക്കുക. 10 പവൻ വാങ്ങാൻ ഉദ്ദേശിച്ച ആൾ 2 പവൻ വാങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ റീറ്റെയിൽ മാർക്കറ്റിൽ ബിസിനസ് കുറയാനും കാരണമാകുന്നു. അതോടെ ഷോപ്പുകളിലൊക്കെ സ്റ്റാഫിനെ കുറക്കും. റീറ്റെയിൽ വ്യാപാരികൾക്കും ചെറിയ തോതിലെങ്കിലും നമ്മളെ സഹായിക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് എന്ന് പറയാം. സ്വർണത്തിന്റെ പണിക്കൂലി ഇപ്പോൾ വിലയുടെ ശതമാനത്തിലാണ് വാങ്ങുന്നത്. അത് മാറ്റി ഗ്രാമിന്റെ ശതമാനത്തിലാക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾ ചെറിയ ആശ്വാസം ലഭിക്കും. ഇത് ഒരു ആഗോള ബിസിനസ് ആയതിനാൽ സർക്കാരുകൾക്കും ഒന്നും ഇതിന്റെ വില പിടിച്ചു നിർത്തുവാൻ സാധിക്കില്ല. നേരത്തെ സൂചിപ്പിച്ച പണിക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പവൻ വാങ്ങുമ്പോൾ അതിന് ഇത്ര ശതമാനം പണിക്കൂലി എന്നാണ് കടക്കാർ നമ്മളോട് പറയാറ്, നമ്മളത് കൊടുക്കാറ്. അതിന് പകരം കാരണം വില സ്ഥിരത ഇല്ലാത്ത മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു പണിക്കൂലി നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നതാണ് വസ്തുത. പണിക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി അതിന്റെ ഡിസൈൻ ചെയ്യുന്നു, അതിന്റെ വരുന്ന ചാർജ് ആണല്ലോ. അതിനൊരു പരിധി ഉണ്ടല്ലോ. ഏകദേശം ഒരു 1000 രൂപ അല്ലെങ്കിൽ 1,500 രൂപ 2,000 രൂപ ഇതൊക്കെയാണ് അതിന് വരുന്നത്. ഇതിന് ഇപ്പോഴത്തെ 1,00,000 രൂപ സ്വർണത്തിന് വരുമ്പോൾ അതിന് 5,000 രൂപ പണിക്കൂലി വാങ്ങേണ്ട അവസ്ഥ ഇല്ല എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ വ്യാപാരികൾക്ക്, വ്യാപാരം നടത്തുന്നവർക്ക് ഉപഭോക്താക്കളെ സഹായിക്കുവാൻ സാധിക്കും പണിക്കൂലി കുറച്ചുകൊണ്ട്. പണിക്കൂലിയിൽ കുറവ് വരുത്തിക്കൊണ്ട് എന്തായാലും ഒരു ചെറിയ സംഖ്യ നമ്മളെ സഹായിക്കുവാൻ ഈ വ്യാപാരികൾക്ക് സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്രയും സ്വർണത്തിന്റെ വിലയിൽ കുറവുണ്ടാവും എന്നതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് സർക്കാരുകൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. വിലയെ സംബന്ധിച്ച് വിലയെ നിയന്ത്രിക്കുവാൻ പ്രാദേശികമായോ രാജ്യങ്ങൾക്കോ നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും പണിക്കൂലിയുടെ കാര്യത്തിലും ഒക്കെ സർക്കാരുകൾക്ക്, GST-യുടെ കാര്യത്തിലും ഒക്കെ സർക്കാരുകൾക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കും. GST കുറച്ചുകൊണ്ടും പണിക്കൂലി കുറച്ചുകൊണ്ടും ഒക്കെ ഈ വില വർധനവിനെ നേരിടുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ GST-യും പണിക്കൂലിയിലും ഒക്കെ കുറവ് വരുമ്പോൾ ഒരു 10,000 രൂപയുടെ കുറവെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു പവൻ സ്വർണത്തിന് ലഭിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. അതിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടിയത്. അത് സർക്കാരുകളും വ്യാപാരികളും ഒക്കെ ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ ഒരു 10,000 രൂപ ഒരു പവന്മേൽ കുറക്കാൻ സാധിക്കും എന്നതാണ്.
എങ്കിലും പണിക്കൂലി നിയന്ത്രിക്കാൻ സാധിക്കുക എന്നതാണ് യാഥാർത്ഥ്യം. വില വർധനവിന് നമ്മുടെ രൂപയുടെ ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ വന്ന മൂല്യ തകർച്ചയും ഒരു കാരണമാണ്. അത് പ്രാദേശിക കാരണമാണ്. പ്രാദേശികം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന തകർച്ച അത് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്ന സ്വർണത്തിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ആഗോളതലത്തിൽ ഇതിനൊരു റേറ്റ് ഉണ്ട്. ആ റേറ്റിന്റെ മൂല്യം ഇന്ത്യയുടെ പൈസയുടെ മൂല്യവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു വ്യത്യാസം നമ്മുടെ നാട്ടിൽ വില കൂടുതൽ, നമ്മുടെ ഇന്ത്യൻ മണിയുടെ മൂല്യ തകർച്ച നമ്മുടെ നാട്ടിൽ ആഗോള മാർക്കറ്റിനേക്കാൾ തരി വില കൂടുവാൻ നമുക്ക് കാരണമായിട്ടുണ്ട്. മൂല്യ തകർച്ചയിൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ആഗോള മാർക്കറ്റിന്റെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വില കൂടുതൽ നമുക്ക് ദൃശ്യമാകും. വില വർധനവിന്റെ പ്രധാന കാരണം മുൻപത്തെ ഒക്കെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ തന്നെയാണ്, യുദ്ധഭീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിത നിക്ഷേപം എന്നമായ സ്വർണത്തിന് ആവശ്യക്കാർ വർദ്ധിക്കുകയും ആവശ്യത്തിനനുസരിച്ച് ഉൽപാദനം വർദ്ധിക്കാത്ത ഈ മഞ്ഞലോഹം ഡിമാൻഡ് കൂടുകയും അങ്ങനെ വില വർദ്ധിക്കുകയും, ഇതാണ് ഇതിന്റെ രത്നച്ചുരുക്കം. ഇനി എങ്ങനെയാണ് വില കുറയാൻ സാധ്യത എന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഉള്ള അസ്വസ്ഥതകൾ, യുദ്ധഭീതി ഒക്കെ ഒഴിഞ്ഞാൽ വിറ്റഴിക്കൽ കൂടുകയും ആവശ്യത്തിന് സാധനം മാർക്കറ്റിൽ ലഭ്യമാകുകയും ഡിമാൻഡ് കുറഞ്ഞാൽ ഘട്ടം ഘട്ടമായി വില കുറയും. ഇതാണ് വസ്തുത. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ ഒരു വ്യക്തിയും ഒരു രാജ്യവും വിചാരിച്ചാൽ നടക്കാത്ത കാര്യമായതുകൊണ്ട് തന്നെ കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ ലോകത്ത് എല്ലാ ഭാഗത്തും സമാധാനത്തിന്റെ വെള്ളിപ്പാവുകൾ പറന്ന് തുടങ്ങിയാൽ മഞ്ഞലോഹത്തിന്റെ വിലയിൽ ചെറിയ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങും. എപ്പോൾ മുതൽ എന്ന് ചോദിച്ചാൽ ഉത്തരം നൽകാൻ ഇപ്പോൾ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വില കുറയുന്ന പ്രവണത പ്രതീക്ഷിക്കേണ്ടതുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ മഞ്ഞലോഹത്തിന് ഇപ്പോൾ ലക്ഷത്തോടടുക്കുവാൻ പോകുകയാണ് വില. ഒരു 10,000 രൂപ, 15,000 രൂപ, 20,000 രൂപയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ ഇത് ഏകദേശം ലക്ഷത്തിനോട് അടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്രാദേശികമായി ബിസിനസ് ഒക്കെ കുറയും എന്നതും യാഥാർത്ഥ്യമാണ്. കാരണം വാങ്ങൽ ശേഷി റീറ്റെയിൽ വാങ്ങൽ ശേഷി വളരെ കുറയും എന്നതും യാഥാർത്ഥ്യമാണ്. അങ്ങനെ കുറയുമ്പോൾ ബിസിനസ് കുറയുകയും ഈ വ്യാപാര മേഖല തകർച്ചയിലേക്ക് പോകുകയും ചെയ്യും. ഏതൊരു വ്യാപാര മേഖലയാണെങ്കിലും അതിന് ബിസിനസ് ആവശ്യമാണല്ലോ. ബിസിനസ് നടക്കാതെ കഴിഞ്ഞാൽ വില മാത്രം കൂടി മൂല്യം മാത്രം വർദ്ധിച്ചുകൊണ്ട് കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഈ വ്യാപാരം തകർച്ചയിലേക്ക് പോകും എന്നതും യാഥാർത്ഥ്യമാണ്. അതിനെ പിടിച്ചു നിർത്താൻ ഗവൺമെന്റ് ഇത്തരം പൊടിക്കൈകൾ പ്രയോഗിക്കേണ്ടതുണ്ട്. ചെറിയ തോതിലെങ്കിലും വില കുറക്കുവാൻ GSTയും പണിക്കൂലിയും ഒക്കെ ഒരു പരിധി വരെ കുറച്ചുകൊണ്ട് ഒരു വില കുറക്കുവാനും സാധിക്കും. ഇനി വീണ്ടും വില പഴയ നിലയിലേക്കൊന്നും എത്തുവാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും ചെറിയ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോതിലെങ്കിലും വില കുറയുവാൻ സാധ്യതയുണ്ട് എന്നത് യാഥാർത്ഥ്യം. അങ്ങനെ കുറയുമ്പോൾ വീണ്ടും നമുക്ക് GSTയും പണിക്കൂലിയും ഒക്കെ ചെറിയ തോതിൽ വീണ്ടും വർദ്ധിപ്പിക്കുവാനും സാധിക്കും. അപ്പോൾ ഈ വില വർധനയെ നേരിടുവാൻ പ്രാദേശികമായി ഗവൺമെന്റുകളൊക്കെ ശ്രമിക്കും എന്ന പ്രതീക്ഷകളെ നിർത്തുകയാണ്. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.